ഓക്കെ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുള്ള ഇന്ത്യൻ ജോഗ്രഫിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് ഒരു ഇന്ത്യയുടെ മാപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു ഇന്ത്യയുടെ മാപ്പ് തൂക്കിയിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ നെയ്ബറിങ് കൺട്രീസ്, ഇന്ത്യൻ സ്റ്റേറ്റ്സുകൾ, അതിൻ്റെ ക്യാപിറ്റൽസ്, ഏതൊക്കെ സീ ആണ് നമ്മളെ സറൗണ്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഡെയിലി നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി പഠിക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാപ്പ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു മാപ്പ് നിങ്ങളുടെ പഠിക്കുന്ന ടേബിളിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇന്ത്യയുടെ ഒരു മാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ മാപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യക്ക് 28 സ്റ്റേറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പം എന്തല്ല ഇന്ത്യയിൽ നമുക്കൊരു സ്റ്റേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പം അത് യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പം നമ്മുടെ വടക്കേ അറ്റത്തുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഹിമാചൽ പ്രദേശ് എന്നാണ് പറയണം കേട്ടത്. ഹിമാചൽ പ്രദേശ് ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തെക്കേ അറ്റത്തുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. അതേപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറേ അറ്റം വെസ്റ്റ് സൈഡിൽ വെസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗുജറാത്ത് ആണ്. അതുപോലെ കിഴക്കേ അറ്റത്തുള്ളത് അരുണാചൽ പ്രദേശാണ്. അപ്പൊ നോക്കിയാൽ ഇന്ത്യയുടെ ആ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് ഈ എല്ലാ അറ്റത്ത് കിടക്കുന്ന സ്റ്റേറ്റ്സും പഠിക്കണം. അതേപോലെ നമ്മുടെ കോസ്റ്റൽ റീജിയൻ എങ്ങോട്ടാണ്, അതൊക്കെ നമുക്ക് ഇനി ഈ നമ്മുടെ ക്ലാസ്സിൽ നമ്മളതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു മാപ്പ് വെച്ചിട്ട് വേണം നമ്മളത് പഠിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പെനിൻസുലയാണ്. അതായത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇത് ലാൻഡാണ് കേട്ടോ. ഇന്ത്യയുടെ ഇത് ലാൻഡാണ്. ഓക്കെ, ഇതൊക്കെ ലാൻഡാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാളും ഒക്കെ ആയിട്ട് ബോർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ 3 സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് ഇത് വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീ ഉണ്ട്. സൗത്ത് പടിഞ്ഞാറ് സൈഡിൽ എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. ഈസ്റ്റേൺ സൈഡിൽ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. 3 സൈഡിലും എന്താണ്? വാട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ പെനിൻസുലയാണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഐലൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതേ നോക്കിക്കേ, ഇപ്പം അറേബ്യൻ സീയിൽ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിന്റെ പ്രത്യേകത 4 സൈഡിലും വെള്ളമായിരിക്കും. അതേപോലെ ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാൾ ആണ്. ഇതെല്ലാം ഇന്ത്യയുടെ പാർട്ടാണ് കേട്ടോ. അതുപോലെ യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പൊ ഇതെന്താണ്? ഐലൻഡ്സ് ആണ്. അപ്പൊ ഐലൻഡും പെനിൻസുലയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. 3 ഭാഗത്തും കടലാണ് അല്ലെങ്കിൽ വെള്ളമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിൽ അത് പെനിൻസുല എന്ന് പറയും. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിൽ അതിനെ ഐലൻഡ് എന്നുമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി നമ്മുടെ നെയ്ബറിങ് കൺട്രീസ് നമുക്ക് ഇതിനകത്ത് നോക്കാം. പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, നേപ്പാളുണ്ട്, അതേപോലെ ഭൂട്ടാൻ ഉണ്ട്. ടിബറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ പാർട്ടാണ് കേട്ടോ. അതുപോലെ മ്യാൻമർ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം. പിന്നെ നമ്മുടെ ശ്രീലങ്ക, അടിയിൽ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയുണ്ട്. പിന്നെ നമുക്ക് ആൻഡമാൻ നിക്കോബാർ, അതേപോലെ ലക്ഷദ്വീപും ഇന്ത്യയുടെ പാർട്ട് തന്നെയാണ്. പിന്നെ മിനിക്കോയ് ഐലൻഡ്, മിനിക്കോയ് എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ ഒരു നെയ്ബറിങ് കൺട്രിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ത്യൻ മാപ്പ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഹരിയാനയുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു മാപ്പ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു മാപ്പ് ഇപ്പൊ ഇതുവരെയും വാങ്ങിച്ചിട്ടില്ലാത്തൊരു മാപ്പ് മേടിച്ചു വെക്കുക. ഇതിനകത്തുള്ള എല്ലാ സ്റ്റേറ്റുകളും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്കാണെങ്കിൽ നമ്മുടെ കോഴ്സുകളെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പം SSC CGL കോഴ്സ്, ഓൺലൈൻ കോഴ്സ്, അതായത് നമ്മുടെ CGLന്റെ എക്സാം 2025 CGLന്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് SSC CGLന്റെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. അത് ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സുകളാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിന് നിങ്ങൾ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എക്സാം ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ കോഴ്സ് എടുക്കാം. അതല്ല നിങ്ങൾക്ക് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരിടത്ത് പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അതുവഴി കുറയും. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ടർബോ എന്ന് പറയുന്നൊരു
പാച്ചും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ സൈസും ഇന്ത്യയുടെ ലൊക്കേഷനും ആദ്യം നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ഏരിയ. അപ്പൊ വലിപ്പത്തിൽ 7ാം സ്ഥാനത്തുള്ള ആളാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ ആഫ്റ്റർ ചൈനയുമാണ്. 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി ഏരിയ എന്ന് പറയുന്നത്. 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഏകദേശം ടോട്ടൽ ഏരിയയിൽ 2.4% ടോട്ടൽ ഏരിയയുടെ, അതായത് മൊത്തം ലോകത്തിലുള്ളവർ 2.4% ഏരിയ കവർ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഓക്കെ അല്ലേ. അതിൽ 17.4% പോപ്പുലേഷനും എവിടെയാണുള്ളത്? ഇന്ത്യയിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്നത് മെയിൻലാൻഡിൽ നിന്നും, അതായത് ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിനാണ് ഈ ഇന്ത്യ ഉൾപ്പെടുന്നത് നമുക്കറിയാമല്ലോ. ആ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത് ഹിമാലയൻ പർവ്വതനിരകളായിരിക്കും, അല്ലെ ഹിമാലയൻ പർവ്വതനിരയാണ്. ദ കൺട്രി ഈസ് സറൗണ്ടഡ് ബൈ ബേ ഓഫ് ബംഗാൾ ഇൻ ദ ഈസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈസ്റ്റിൽ ബേ ഓഫ് ബംഗാൾ, അതുപോലെ സൗത്തിൽ എന്താണ് ഇന്ത്യൻ ഓഷ്യന്, അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീയാൽ ചുറ്റപ്പെട്ട ഒരു പെനിൻസുലയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മെയിൻലാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഏഷ്യയുമായി സെപ്പറേറ്റ് ചെയ്യുന്നത് ഹിമാലയമാണ്. ഹിമാലയം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്താണ്. എപ്പോഴും നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ഇപ്പൊ ഇന്ത്യയുടെ ഡയറക്ഷനാണ് നമ്മൾ പറയുന്നതെങ്കിൽ നോക്കിക്കേ, നമ്മൾ ഇത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ മുകളിൽ നോർത്ത് ആയിരിക്കും, ഇവിടെ സൗത്ത് ആയിരിക്കും, അതേപോലെ ഇവിടെ വെസ്റ്റ് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ എഴുതുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇനി അടുത്തത് ഇന്ത്യ എന്ന് പറയുന്നത് മെയിൻലാൻഡ് കോസ്റ്റ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ വാല്യൂസ് ഒന്നും എപ്പോഴും ഓർത്തിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, നമ്മൾ എപ്പോഴും മറന്നു. അപ്പം നിങ്ങൾ കാണുന്ന സ്ഥലത്ത് മാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാപ്പിനോട് ചേർത്ത് ഇതൊരു സ്റ്റിക്കി നോട്ടായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഡേറ്റാസ് ഒക്കെ പഠിക്കും കേട്ടോ. ഇന്ത്യയുടെ മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ ഏരിയ എന്ന് പറയുന്നത് 6,100 കിലോമീറ്റർ ആണ്. ഇതിൽ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത്, കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും എല്ലാം കൂടെ ചേർത്തിട്ട് 7,516 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ ബോർഡർ ലാൻഡ് എന്ന് പറയുന്നത് 15,200 കിലോമീറ്ററും ആയിരിക്കും. ഇന്ത്യ ഷെയറിംഗ് ബോർഡർ വിത്ത് ആരൊക്കെയായിട്ട് ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പാകിസ്ഥാനുമായിട്ട് 3,310 കിലോമീറ്റർ, ചൈനയുമായിട്ട് 3,917 കിലോമീറ്റർ, നേപ്പാളുമായിട്ട് 1,752 കിലോമീറ്റർ, ഭൂട്ടാനുമായിട്ട് 587 കിലോമീറ്റർ, ബംഗ്ലാദേശുമായിട്ട് 4,096 കിലോമീറ്റർ. ഒരാളെയും കൂടി ഞാൻ പറയാം, നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കാൻ മറന്നു, 106 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശുമാണ്. ഏറ്റവും കുറവ് ബോർഡർ ഷെയർ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. 106 കിലോമീറ്റർ മാത്രമേ ആ ബോർഡർ ഷെയറിംഗ് ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻ കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കിക്കേ, ഈ ഡേറ്റാസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, 32,87,263 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു 10-15 പ്രാവശ്യം അതിങ്ങനെ കണ്ടാലേ പഠിക്കുകയുള്ളൂ. പിന്നെ ഈ കോസ്റ്റൽ ഏരിയ, അതേപോലെ തന്നെ മെയിൻലാൻഡ് ഏരിയ, ഇതൊക്കെ ഓരോ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അത് നമ്മൾ PSC എക്സാമുകളായിക്കോട്ടെ, റെയിൽവേ എക്സാമുകളായിക്കോട്ടെ, CGL എക്സാമുകൾ, എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മളാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിനു മുന്നേ എന്തു കാര്യം പഠിക്കണം? നമ്മുടെ ഈ ഭൂഗോളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ എർത്തിനെ നമുക്ക് വേണ്ട ഇങ്ങനെ ലൈൻസുകളുണ്ട്, ഇങ്ങനെ കുറേ ലൈൻസുകളുണ്ട്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് ഉണ്ട്. ഇങ്ങനെ താഴോട്ട് വരയ്ക്കുന്ന ലൈൻസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽസ് എന്നാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽസ് എന്ന് പറയും, രേഖാംശം എന്ന് മലയാളത്തിൽ പറയും. ഇതെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. അക്ഷാംശം എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽസും ഉണ്ട്, ലാറ്റിറ്റ്യൂഡ്സും ഉണ്ട്. ഓക്കെ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ പറയുന്ന പേരാണ്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വേറ്റർ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ പറയുന്ന പേരാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ ആണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇതേ നോക്കി, ഈ ഒരു ഫിഗറിനകത്ത് അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അതാണ് ഏറ്റവും വലിയ, ഇക്വേറ്റർ ആണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
നമ്മൾ സാധാരണ ഒരു സർക്കിളിൽ അതിന്റെ ഡയമീറ്റർ ആയിരിക്കുമല്ലോ ഏറ്റവും നീളം കൂടുതൽ, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന്റെ നീളം കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്. സെയിം അതേ സംഭവം, ഇക്വേറ്റർ ആണ് ഏറ്റവും വലുത്. അതേപോലെ നമ്മൾ ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് വരയ്ക്കുന്ന പാരലൽ ലൈൻസിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽസ് എന്ന് പറയുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖാംശ രേഖകൾ എന്ന് പറയും. ഈ ലോഞ്ചിറ്റ്യൂഡ്സിന്റെ 0 ഡിഗ്രീനെ നമ്മൾ പ്രൈം മെറിഡിയൻ എന്നാണ് പറയുന്നത്. എന്താണ്? പ്രൈം മെറിഡിയൻ എന്നാണ് പറയുന്നത്. പ്രൈം മെറിഡിയൻ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീൻവിച്ച് എന്നൊക്കെ കേട്ടില്ലേ? ഗ്രീൻവിച്ച് ഗ്രീൻവിച്ച് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ഒരു പ്ലേസ് ആണ് കേട്ടോ ഗ്രീൻവിച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ 0 ഡിഗ്രി പ്രൈം മെറിഡിയൻ ഈ ഭൂഗോളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ എർത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് സൈഡിലും വെസ്റ്റ് സൈഡിലും. ഇത് നോക്കുക, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. ഇപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആരെയാണ്? നമ്മുടെ ഈ ഭൂഗോളത്തിനെ വെസ്റ്റും ഈസ്റ്റെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന. അതുപോലെ നോർത്തും സൗത്തെന്നും രണ്ട് പാർട്ടായിട്ട്, രണ്ട് സെപ്പറേറ്റ് ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇക്വേറ്റർ ആണ്. അപ്പൊ ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇക്വേറ്ററിൽ നിന്നും 23 ഡിഗ്രി നോർത്ത് സൈഡിലുള്ള മുകളിലുള്ളത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23 ഡിഗ്രി താഴെയുള്ളത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതേപോലെ തന്നെ അതിന് മുകളിലുണ്ട് 66 ഡിഗ്രി ഉണ്ട് ആർട്ടിക് സർക്കിൾ ഉണ്ട്. അത് താഴെയാണെങ്കിൽ 66 ഡിഗ്രി അന്റാർട്ടിക് സർക്കിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ നോർത്ത് പോള്, സൗത്ത് പോള്. ഇതിൽ ഇന്ത്യയുടെ ലൊക്കേഷൻ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ ഇക്വേറ്ററിലല്ല, ഇക്വേറ്ററിന് മുകളിലായിട്ടാണ് ഇന്ത്യയുടെ പൊസിഷൻ. നോക്കിക്കേ, ഇക്വേറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ ഇക്വേറ്ററിന് മുകളിലാണ് ഇന്ത്യയുടെ പൊസിഷൻ. 23 ഡിഗ്രി 23 ഡിഗ്രിയാണ് ഇവിടെ. നമ്മുടെ ലാറ്റിറ്റ്യൂഡില് ഇക്വേറ്ററിൽ നിന്ന് മുകളിലാണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിന്റെ ലൈൻസ് എടുത്ത് നോക്കി. ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡും ആക്ച്വലി നമുക്ക് എന്തിനാണ് ശരിക്കും? ഈ എക്സാക്ട് പൊസിഷൻ നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ സമയം, ഇതില് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലേസുകൾ എവിടെയാണെന്ന് അറിയാനും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പറയാനും, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം പറയാനുമാണ് യൂസ് ചെയ്യുന്നത്. ടൈം സോൺ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഡിസ്റ്റൻസ് സോൺ ആണെങ്കിൽ അത് ലാറ്റിറ്റ്യൂഡും ആയിരിക്കും. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഇക്വേറ്ററിലല്ല, ഇക്വേറ്ററിന് മുകളില് എന്താണ് ശരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ എന്നൊക്കെ പറയും. ഉത്തരായന രേഖയിലാണ് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. അത് ശരിക്കും നമ്മൾ ഈ രേഖാംശത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ പ്രൈം മെറിഡിയന്റെ ഈസ്റ്റ് സൈഡിലാണ്. ഇത് ഈസ്റ്റ് സൈഡിലല്ലേ? അപ്പൊ നമ്മുടെ റൈറ്റിലോട്ടാണ്. അതേപോലെ നമ്മുടെ ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നോർത്ത് റീജിയൻ എന്നും സൗത്ത് റീജിയൻ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് കൺട്രീനെ ഓൾമോസ്റ്റ് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നോർത്ത് അതുപോലെ സൗത്ത് എന്ന് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആരാണ്? നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ? അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയാൽ ഗ്രീൻവിച്ചിന് റൈറ്റ് സൈഡിലുള്ള ഒരു ലൈനും എന്തിലൂടെ കടന്നു പോകുന്നുണ്ട്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു. ആ ലൈനാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കാൻ സഹായിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കാൻ സഹായിക്കുന്ന ആ ലാൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ആണ് ഈ സംഭവം. IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പറയുന്നത് ഈ ഒരു എന്താണ് ലോഞ്ചിറ്റ്യൂഡിൽ വെച്ചിട്ടാണ് അത് കടന്നു പോകുന്നതുണ്ട്. അതേപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നതും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാപ്പ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിൽ നമ്മൾ ഇനി ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയേ, ഇന്ത്യ എക്സ്റ്റെൻഡ് ഫ്രം 8 ഡിഗ്രി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റെയിൽവേ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ SSC എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, PSCക്ക് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിൽ നിന്നും നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിലോട്ട് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? അപ്പൊ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോക്കിക്കേ ഇങ്ങനെയല്ലേ? ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നതാണ്. 8 ഡിഗ്രി താഴെ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു
37°6' നോർത്ത്. നോക്കിക്കോ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഇത് സൗത്ത് അല്ലേ, സൗത്തിൽ നിന്ന് സൗത്തിലോട്ട്, ഇത് നമ്മൾ പറയുന്നത് എന്തിനെ വെച്ചിട്ടാണ്? ഇക്വേറ്ററിനെ വെച്ചിട്ടാണ്. ഇക്വേറ്ററിന്റെ നോർത്ത് സൈഡാണ്. ഇക്വേറ്ററിന്റെ നോർത്തിൽ 8°4' നോർത്ത് മുതൽ 37°, മുകളിൽ രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, 37°6' നോർത്ത് വരെയും അത് എന്താണ്? ലാറ്റിറ്റ്യൂഡ് ആണ്. ഇത് രണ്ടിനും ഇടയിലെ ലാറ്റിറ്റ്യൂഡ് പറയുന്നതാണ്. ലോഞ്ചിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ, അതെന്ന് പറയുന്നത് 68°7' ഈസ്റ്റ് ടു എത്രയാണ്? 97°25' ഈസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് കേട്ടോ. നോക്കിയേ, ലാറ്റിറ്റ്യൂഡ് പറയുന്നത് 8°4' നോർത്ത് ടു 37°6' നോർത്ത്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് പറയുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് പറയുന്നത് 68°7' ഈസ്റ്റ് ടു, ഈസ്റ്റ് മുതൽ 97°25' ഈസ്റ്റ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് ഇക്വേറ്ററിനെയും പ്രൈം മെറിഡിയനെയും വെച്ചിട്ടാണ്. ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് സൈഡിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇക്വേറ്ററിന്റെ നോർത്തേൺ മുകളിലാണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതേപോലെ പ്രൈം മെറിഡിയന് ഈസ്റ്റേൺ സൈഡിലാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ആര് വരുന്നത്? ഇന്ത്യ വരുന്നത്. ഓക്കെ അല്ലേ? നോക്കിക്കേ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് കാണുന്നുണ്ടോ? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഒരുമിച്ച് ഒറ്റ ഫിഗറിലാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഗ്രീൻവിച്ചിന് ഏതാണ്? ഗ്രീൻവിച്ചിന് ഈസ്റ്റ് സൈഡിലാണ്. അതേപോലെ ഇക്വേറ്ററിന് എന്താണ്? നോർത്ത് സൈഡിലാണ്. അപ്പൊ നമ്മൾ പറയുമ്പം 8°4' നോർത്ത് മുതൽ 37°6' നോർത്തും, അതേപോലെ തന്നെ 68°7' ഈസ്റ്റ് മുതൽ 97°25' ഈസ്റ്റ്. ലൊക്കേഷൻ ക്ലിയർ ആയല്ലോ, എവിടെയാണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന്. ഇനി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഗോണ്ട്വാന കോണ്ടിനെന്റിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഇന്ത്യയുടെ സൗത്ത് മോസ്റ്റ് എന്താണ് പോയിന്റ്, അല്ലെങ്കിൽ ലാൻഡിലെ, ഇന്ത്യൻ മെയിൻ ലാൻഡിലെ സൗത്ത് മോസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. സൗത്ത് മോസ്റ്റ് സ്റ്റേറ്റ് നമുക്ക് തമിഴ്നാടാണെന്ന് അറിയാമെങ്കിൽ അവിടുത്തെ കന്യാകുമാരിയാണ് സൗത്ത് മോസ്റ്റ് പോയിന്റ്. ശ്രദ്ധിക്കണം, ഇന്ത്യൻ മെയിൻ ലാൻഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ കൺട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര് ഉൾപ്പെടുന്നുണ്ട്? അത് നമ്മുടെ ആൻഡമാൻ നിക്കോബാറും അതേപോലെ തന്നെ അറേബ്യൻ സീയിലുള്ള നമ്മുടെ ലക്ഷദ്വീപ് ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലുള്ള ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നതാണ് തെക്കേ അറ്റത്തുള്ള പോയിന്റ്. അത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് തന്നെ പറയുന്നില്ല, അതിൽ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകളും അതേപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകളും. തിരിഞ്ഞു പോകരുത് കേട്ടോ, ഒറ്റ ഇതിൽ ഞാൻ പറയുന്നുണ്ട്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകല്ല. 8 സംസ്ഥാനങ്ങളിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. ആ 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റെഡ് കളറിൽ കാണുന്നത് ഏതാണ്? ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്ത്, ഗ്രീൻ കളറിലെ രാജസ്ഥാന്, അതുപോലെ മധ്യപ്രദേശ്, അതുപോലെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാള്, ത്രിപുര, മിസോറാം. ഇതിലേക്കൂടെയൊക്കെ പോകുന്ന 8 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതുപോലെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാള്, ത്രിപുര, മിസോറാം. ഈ 8 സ്റ്റേറ്റിൽ കൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23°30' 30' നോർത്താണ് ഈ നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ എന്ന് പറയുന്നത്. അത് കടന്നു പോകുന്നത് 8 സ്റ്റേറ്റ് കൂടെയാണ്. അതേസമയം നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്നത് 5 സ്റ്റേറ്റ് കൂടെയാണ്. ഏതൊക്കെയാന്ന് നോക്കിക്കേ, അത് ജാർഖണ്ഡ് ഉണ്ട് കേട്ടോ, ജാർഖണ്ഡ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഇന്ത്യൻ അതുകൊണ്ട് ഈ ലൈൻ കടന്നു പോകുന്ന ഏതിലേക്കൂടെ? ജാർഖണ്ഡ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് 1, 2 മധ്യപ്രദേശ്, 3 ഛത്തീസ്ഗഡ്, 4 എന്താ? ഇത് ഒഡീഷയാണ് കേട്ടോ, ഒഡീഷ 4, ഇത് ആന്ധ്രാപ്രദേശ് 5, ആന്ധ്രാപ്രദേശ്. നോക്കിക്കേ, ഇത് UP ആണ് കേട്ടോ, UP ഉണ്ട്. UP നോക്കിയേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നത് 1 UP, ഇത് UP ആണ്. ഉത്തർപ്രദേശ്, അതുപോലെ 2ാമത്തെ മധ്യപ്രദേശ്, 3ാമത്തത് ഛത്തീസ്ഗഡ്. ഞാൻ നേരത്തെ ജാർഖണ്ഡ് എന്നാണെന്നല്ലേ തോന്നുന്നു പറയുന്നത്. UP ആണ്, ഇത് UP ആണ്. UP, 2 മധ്യപ്രദേശ്, 3 ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഇങ്ങനെ 5 സ്റ്റേറ്റ് കൂടിയാണ് കടന്നു പോകുന്നത്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ.
അത് ജസ്റ്റ് അതിന്റെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത് പിഗ്മാലിയൻ പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. ഇത് കൺട്രിയുടെ ആണ് കേട്ടോ, കൺട്രിയുടെ. മെയിൻലാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരിയെ പറയാൻ പാടുള്ളൂ. നോർത്ത് സൗത്ത് എക്സ്റ്റെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് മുകളിൽ മുതൽ, അതായത് മുകളില് ഇന്ത്യയുടെ ഇന്ദിരാ പോയിന്റ് മുതൽ ഇങ്ങോട്ട് വരുമ്പോ കന്യാകുമാരി വരെയുള്ള ഫ്രം ഇന്ദിരാ കോള്, അതായത് നമ്മുടെ സൗത്ത് മോസ്റ്റ് പോയിന്റിനെ ഇന്ദിരാ കോൾ എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന ലഡാക്കിലാണ് ഇന്ദിരാ കോൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. കന്യാകുമാരി വരെ, അതായത് നോർത്ത് ഇന്ദിരാ കോള് മുതൽ കന്യാകുമാരി വരെയുള്ള ഡിസ്റ്റൻസ്, കന്യാകുമാരി വരെയുള്ളത് 3214 കിലോമീറ്റർ ആണ്. ഇനി ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജ് ഉണ്ട്. അവിടം തൊട്ട് ഗുഹർമോട്ടി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. ഗുഹർമോട്ടി എന്ന് പറഞ്ഞൊരു വില്ലേജ് മുതൽ ഇങ്ങ് അരുണാചൽ പ്രദേശിലെ കിബുത്തി ഓഫ് അരുണാചൽ പ്രദേശ് വില്ലേജ് ആണ്, ലാസ്റ്റ് വില്ലേജ് ആണ്. അതേപോലെ തന്നെ ഈസ്റ്റ് റാൻ ഓഫ് കച്ചിലെ എന്താണ്? ഗുഹർമോട്ടി മുതൽ കിബുത്തി വരെയുള്ള ഡിസ്റ്റൻസ് 2933 കിലോമീറ്റർ. അപ്പൊ ഗുഹർമോട്ടി മുതൽ കിബുത്തി വരെ, അതല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് മുതൽ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഡിസ്റ്റൻസ് 2933 കിലോമീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് പാസിംഗ് ത്രൂ മിർസാപൂർ ഇൻ UP. മിർസാപൂറിലൂടെയാണ്. മിർസാപൂർ ഈസ് ടേക്കൺ എസ് സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദി ഹോൾ കൺട്രി. ഇതിനെ അലഹബാദ് ടൈം ലൈൻ എന്നും പറയും കേട്ടോ. അപ്പൊ മിർസാപൂറിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? UP-യിലാണ്. ഓൾറെഡി നമ്മൾ UP-യിലൂടെ കടന്നു പോകുന്നു. UP-യിലെ പ്രധാനപ്പെട്ട കടന്നു പോകുന്ന പോയിന്റ് ആ സ്ഥലം ഏതാണ്? മിർസാപൂർ ആണ് കേട്ടോ, മിർസാപൂർ ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഈ മിർസാപൂറും സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യയും. ഇനി ഞാൻ ലോഞ്ചിറ്റ്യൂഡിന്റെ കാര്യവും ലാറ്റിറ്റ്യൂഡ്സിന്റെ കാര്യവും പറഞ്ഞു. ഇത് ലാറ്റിറ്റ്യൂഡും ഇത് ലോഞ്ചിറ്റ്യൂഡും ആണ്. ലോഞ്ചിറ്റ്യൂഡ് ഇതിന്റെ കാര്യം പറഞ്ഞില്ലേ? 2 ലോഞ്ചിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിഗ്രി 1 ഡിഗ്രി ആണ് കേട്ടോ. 1 ഡിഗ്രി ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡുകൾ എപ്പോഴും ടൈമിനെയാണ് കേട്ടോ കാണിക്കുന്നത്, ടൈം ആണ് പറയുന്നത്. അതേപോലെ ലാറ്റിറ്റ്യൂഡ് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതേപോലെ ലാറ്റിറ്റ്യൂഡ് 1 ഡിഗ്രി എന്ന് പറയുന്നത് 111 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പം ലാറ്റിറ്റ്യൂഡിലെ 2 വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 111 കിലോമീറ്ററും ലോഞ്ചിറ്റ്യൂഡിൽ 2 വരകൾ തമ്മിലുള്ള 1 ഡിഗ്രി ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മിനിറ്റും ആണ്. അപ്പൊ ഗ്രീൻ വിച്ച് കാണാൻ പറ്റുമോ? ഗ്രീൻ വിച്ച് എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ലേ? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും ഈസ്റ്റേൺ സൈഡിലോട്ട് 82.5 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്ന ആ ഈസ്റ്റിലോട്ട് ഇത്രയും ഡിഗ്രി പോകുന്നുണ്ട് അല്ലെ? ഇത്രയും വരകൾ ഇങ്ങനെ പോകുന്നുണ്ടോ? ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഏകദേശം എത്ര ടൈം നമ്മുടെ ഗ്രീൻവിച്ചിൽ നിന്നും നമ്മുടെ ഇന്ത്യയുടെ ടൈം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ആദ്യം ഇന്ത്യ, അപ്പൊ ഈസ്റ്റ് സൈഡിലല്ലേ സണ്ണ് റൈസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അതിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഗ്രീൻവിച്ചിൽ സൂര്യൻ ഉദിക്കുന്നത് അല്ലെങ്കിൽ സൂര്യരശ്മികൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഗ്രീൻവിച്ചിൽ 0 ഡിഗ്രി ആണ്. അതേ സമയത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് ടൈം സോൺ ആണ്. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ 4 മിനിറ്റ് അല്ലേ 1 ഡിഗ്രി എന്ന് പറയുന്നത്? അങ്ങനെ 15 ഡിഗ്രി എന്ന് പറയുന്നത് 15 4 60 മിനിറ്റ് ആണ് അല്ലെ? 15 4 60 മിനിറ്റ് ആണ്. ഈ 15 ഡിഗ്രിയുടെ 15 5 75 ഡിഗ്രി കൂടാതെ ഒരു 7.5 ഡിഗ്രിയും കൂടെ ചേരുന്നതാണ് ഈ 82.5 ഡിഗ്രി എന്ന് പറയുന്നത്. 75 ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 15 5 മണിക്കൂർ എടുക്കും. അതിന്റെ കൂടെ 7.5 എന്ന് പറയുന്നത് എന്താണ്? 1 മണിക്കൂർ. 7.5 എന്ന് പറയുന്നത് എന്താ? 15ന്റെ പകുതിയല്ലേ? അപ്പൊ അത് എത്രയാണ്? 30 മിനിറ്റ്. അപ്പൊ ഗ്രീൻവിച്ചിൽ നിന്നും നമ്മുടെ സമയം ഏകദേശം 5.5 മണിക്കൂർ മുൻപാണെന്ന് ആലോചിക്കണം. അതായത് ഗ്രീൻവിച്ചിൽ സൂര്യരശ്മി വരുന്നതിനും 5.5 മണിക്കൂർ മുൻപ് നമുക്ക് ഇന്ത്യയിൽ എന്ത് കിട്ടും? ആ സൂര്യരശ്മികളെ വരും. അപ്പൊ 5.5 മണിക്കൂർ ഇന്ത്യൻ ടൈം ഗ്രീൻവിച്ചിനേക്കാളും കൂടുതലാണ്.
ഓക്കെ അല്ലേ? ആ ഒരു കാര്യം മനസ്സിലായോ? അപ്പൊ ഈ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ എത്ര മണിക്കൂറാണ് കൂടുതൽ ഗ്രീൻവിച്ചിനേക്കാളും എന്ന് ചോദിച്ചാൽ 5 അവർ 30 മിനിറ്റ് ആണ്. ഈ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. അതേപോലെ തന്നെ ഈ ലാറ്റിറ്റ്യൂഡ്സ് പറയുകയാണ് 1 ഡിഗ്രി വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര 111 കിലോമീറ്റർ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് പറയാനും ടൈം പറയും ഈ 2 ലൈൻസുകൾ, അതായത് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും ലാറ്റിറ്റ്യൂഡ്സും പറയുന്നത് ശരിക്കും എന്താണ് ലൊക്കേഷനാണ്. കറക്റ്റ് GPS ലൊക്കേഷനൊക്കെ നമ്മൾ പറയുന്നത് ഈ ലൈൻസ് വെച്ചിട്ട് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്റർനാഷണൽ ബോർഡേഴ്സ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ബോർഡേഴ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇന്റർനാഷണൽ ബോർഡേഴ്സ് എന്ന് പറയുന്നത്? അതായത് ഇന്ത്യ നമ്മുടെ മാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ബോർഡർ എടുക്കുന്ന എത്ര രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബോർഡർ നോക്കുക. ഇന്റർനാഷണൽ ബോർഡർ അത് കോസ്റ്റ് ലൈൻ ബോർഡേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഇന്റർനാഷണൽ ബോർഡർ പറയുന്നത് മക്മോഹൻ ലൈൻ, ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. മക്മോഹൻ ലൈൻ സെപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയും ടിബറ്റിനെയാണ്. അത് ചൈനയുടെ പാർട്ട് ആയതുകൊണ്ട് ചൈനയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുമായിട്ടാണ് മക്മോഹൻ ലൈൻ എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ട് മക്മോഹൻ ലൈൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. റാഡ്ക്ലിഫ് ലൈൻ സെപ്പറേറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്, പിന്നീട് ബംഗ്ലാദേശുമായിട്ട് എന്താണ് റാഡ്ക്ലിഫ് ലൈൻ ഉണ്ട് കേട്ടോ. അപ്പം ഇന്ത്യ പാക് റാഡ്ക്ലിഫ്, അത് ഇന്ത്യൻ ബംഗ്ലാദേശ് റാഡ്ക്ലിഫ്. ഇനി ദുരന്ത ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യനെയും അഫ്ഗാനിസ്ഥാനെയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ദുരന്ത്. അപ്പൊ മക്മോഹൻ ഇന്ത്യ ചൈന, റാഡ്ക്ലിഫ് ഇന്ത്യ പാക്. ദുരന്ത ലൈൻ എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേറ്റ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അതുപോലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ജമ്മു ആൻഡ് കാശ്മീരും, അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്, ഒരു തർക്കത്തില് ഇന്ത്യയും ചൈനയുമായിട്ടുള്ളതാണ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യ പാക് മിലിറ്ററി സെപ്പറേഷൻ ആണ്. അപ്പൊ ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യ പാക് ആണെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യ ചൈന ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മക്മോഹൻ ലൈൻ ഇന്ത്യ ചൈന, റാഡ്ക്ലിഫ് ഇന്ത്യ പാക്, ദുരന്ത ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1, 2, 3, 4, 5 ഇത് നമ്മൾ പറയുന്നുണ്ട് ഇതിനകത്ത്. ഇനിയും ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാനാണെങ്കിൽ ഒരു കാര്യം നേരത്തെ പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ നമ്മൾ അവിടെ കൊടുത്തിട്ടില്ലായിരുന്നല്ലേ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ട് എത്ര കിലോമീറ്റർ ആണ്? 106 കിലോമീറ്റർ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഇന്ത്യൻ സ്റ്റേറ്റ്. ഇനി നമ്മൾ ഈ ബോർഡേഴ്സ്, അതായത് നമ്മുടെ നോക്കിക്കേ, മാപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നോക്കിക്കേ, നമ്മുടെ മാപ്പ് എടുത്തിട്ട് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കേ, ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയ നോക്കിക്കേ. ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യ അതുപോലെ നമ്മുടെ കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെ കോസ്റ്റൽ ഏരിയ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നോക്കിക്കേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് എത്ര സ്റ്റേറ്റ് നമുക്ക് ഈ കടലുമായിട്ട് ചേർന്ന് കിടക്കും, കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതിൽ നമ്മൾ ഒന്നാമത് നമുക്കറിയാം ഏറ്റവും ഏരിയ കടൽ തീരവുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗുജറാത്ത് ആണ്. 1. 2 നോക്കിക്കേ, 2 മഹാരാഷ്ട്ര, 3 ഗോവയും കടൽ തീരമുള്ളതാണ്. കർണാടക 4, കേരള 5, തമിഴ്നാട് 6, ആന്ധ്രാപ്രദേശ് 7, ഒഡീഷ 8 ആണ്. പിന്നെ വെസ്റ്റ് ബംഗാൾ 9. അപ്പൊ കടൽ തീരവുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ? 9 സ്റ്റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറിനും എന്തുണ്ട്? കോസ്റ്റൽ ലൈൻ ഉണ്ട് അല്ലെ, കടൽ തീരമുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഗുജറാത്ത് ആണ്. ഏറ്റവും കുറവ് ഗോവയും ആലോചിച്ചാൽ മതി, കടൽ തീരം ഏറ്റവും കുറവുള്ളത്. പിന്നെ നമ്മളാണെങ്കിൽ നേരത്തെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നതിൽ സൗത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് കൂടി മാത്രമേ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നുള്ളൂ. അത് ഏതാണെന്ന് അറിയാമോ? അതേതാണ്? നമ്മൾ അതിനകത്ത് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഉൾക്കൊള്ളുന്നുണ്ട്. തെലങ്കാന ഇതിനകത്ത് വരില്ല. നിങ്ങൾ തെലങ്കാന ഓപ്ഷനിൽ കണ്ടിട്ട് തെലങ്കാന എടുക്കല്ല, ആന്ധ്രാപ്രദേശ് കൂടി മാത്രമേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നുള്ളൂ. ഇനി ഇന്റർനാഷണൽ ബോർഡറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കിക്കേ, രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന ഇത് എന്തുവാണ്? പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ
ആക്ച്വലി ജമ്മു ആൻഡ് കാശ്മീർ എന്തല്ല, ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല. ഇപ്പൊ വടക്കേ അറ്റത്തുള്ള സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? അത് ഹിമാചൽ പ്രദേശ് ആണെന്ന് ആലോചിക്കണം. ഇനിയും ചൈനയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് മാപ്പ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. മാപ്പ് അറിഞ്ഞിരുന്നാൽ നമുക്കിത് എന്താണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഹിമാചൽ പ്രദേശ്, അതുപോലെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എല്ലാം എന്താണ് ഉത്തരാഖണ്ഡ് ചൈനയുമായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോർഡർ ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്നത് ഡിസ്റ്റൻസ് വൈസ് ആരുമായിട്ടാണെങ്കിൽ അത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശായിട്ട് 4000 സംതിങ് കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഷെയർ ഉണ്ട് കേട്ടോ, കോസ്റ്റ് ലൈന് അവിടെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതികുറവാണ് ചൈനയുമായിട്ട്. പിന്നെ നേപ്പാളുമായിട്ട് നോക്കിക്കേ നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശും ഒക്കെ എന്താണ് നേപ്പാളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കിക്കേ ഭൂട്ടാനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മ്യാൻമറുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ. അതായത് ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അത് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, അത് കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം നമ്മൾ ആ മാപ്പ് ബൈ ഹാർട്ട് ചെയ്യുക. മാപ്പിൽ നിന്നുമാണ് നമ്മളത് പഠിക്കേണ്ടത്. അപ്പൊ മാപ്പിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ബോർഡർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മുടെ ഈ കോസ്റ്റൽ റീജിയന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുമൊക്കെ അങ്ങനെ പഠിക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ ക്യാപിറ്റൽസ് പഠിക്കേണ്ട, ക്യാപിറ്റൽ സിറ്റീസ് പഠിക്കണം. അതുപോലെ ഈ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്, IST കടന്നു പോകുന്നത്, ഇതെല്ലാം എന്താ ആ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് നിങ്ങൾ കാണാതെ പഠിക്കണേ ആ സ്റ്റേറ്റുകൾ. അതുപോലെ IST പോകുന്നതും നമ്മൾ പഠിക്കണം. അത് ജസ്റ്റ് ഈ ഫിഗർ ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഇന്ത്യൻ മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി പഠിച്ചു പൊക്കോണം. നമ്മുടെ ഇതേപോലെ ഇന്റർനാഷണൽ ബോർഡേഴ്സ്, മക്മോഹൻ റാഡ്ക്ലിഫ്, ദുരന്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു 8 ഡിഗ്രി ചാനലുണ്ട്. 8 ഡിഗ്രി ചാനൽ ആക്ച്വലി പറയുന്നത് മിനിക്കോയും മാൽദീവ്സുമായിട്ടാട്ടോ, മാൽദീവ്സുമായിട്ടുള്ളൊരു ആണ് മിനിക്കോയും മാൽദീവ്സും ആയിട്ടുള്ളതാണ് 8 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് 8 ഡിഗ്രി, മിനിക്കോയ്, മാൽദീവ്സ്. ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മക്മോഹൻ, റാഡ്ക്ലിഫ്, ദുരന്ത്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ലൈൻ ഓഫ് കൺട്രോൾ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ പാർട്ട് 2 ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള സാധനമാണ്. നമ്മുടെ പാർട്ട് 1 നമുക്കിത് അവസാനിപ്പിക്കുന്നില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അതും പിന്നെ നിങ്ങൾ നേരത്തെ പഠിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ കണ്ട്, ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട്, അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് കയറുമ്പോൾ ഈ കാര്യങ്ങളും കൂടി നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ക്ലാസ്സും കൂടി മനസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പം അത് നമുക്കൊരു ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് മനസ്സിലാവും. എക്സാമിന് എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.